ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. സംഭവം വേറൊന്നല്ല, ഇന്നലെ ഞങ്ങൾ കോടഞ്ചേരി പള്ളിപ്പെരുന്നാളിന് പോയിട്ടുണ്ടായിരുന്നു. തിരക്കാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മടിച്ച് മടിച്ച് ബൈക്കൊക്കെ എടുത്താണ് പോയത്. ആദ്യം ഫാമിലി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഞാനും ഏട്ടനും പിന്നെ കേട്ട കുറച്ച് ഫ്രണ്ട്സും കൂടിയാണ് പോയത്. റോഡ് മൊത്തത്തിൽ ബ്ലോക്ക് ആയത് കാരണം കുറേ ദൂരം വണ്ടി വെച്ച് പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്ന പോലെ മോളെ എങ്ങനെ തോളിൽ വെച്ചിട്ട് എത്രയോ ദൂരം നടന്നിട്ടാണ് ഞങ്ങൾ പള്ളിപ്പെരുന്നാളുള്ള സ്ഥലത്തെത്തിയത്. നീ വരുന്നുണ്ടോ, കുറച്ച് ദൂരം നടക്കാനുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നു. കൂട്ടത്തിൽ നെറ്റ് കിട്ടുന്നില്ല, ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല, ഒരു സാധനത്തിലും കയറാൻ പറ്റുന്നില്ല, ഒരു സാധനവും വാങ്ങാൻ പറ്റുന്നില്ല. ഇതൊന്നും ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ. ഇത്ര ആൾക്കാർ ഒരുമിച്ച് കൂടെ ഉണ്ടാന്ന് തോന്നുന്നു. ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിലും നെറ്റ് ആണെങ്കിലും മൊത്തത്തിൽ ജാമായി കിടക്കായിരുന്നു. അത് മാത്രമല്ല, ഈ തിരക്കിന്റെ ഇടയിൽ കൂടെയുള്ള ഒരാളെ കാണാതായാൽ വിളിക്കാനുള്ള റേഞ്ച് പോലും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇതൊന്നും അറിയാതെ അവിടെ ചെന്ന പാടന്നെ ഈ ഒരു ഹോട്ട് ചോക്ലേറ്റും ബ്രൗണിയും വാങ്ങി കഴിച്ചു. സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് രണ്ടാമത്തെ വാങ്ങുന്നതിന് മുമ്പിട്ട് വെറുതെ ഒന്ന് ക്യാഷ് അയച്ചു നോക്കിയാണ്. അപ്പോഴാണ് സത്യത്തിൽ കിട്ടിയപടി മനസ്സിലായിട്ടൊന്ന് ചുറ്റും നോക്കിയത്. ആ ടൈമിലാണെങ്കിൽ ഒരുപാട് പേര് ഇതുപോലെ കഴിച്ചിട്ട് ക്യാഷ് പോവാതെ നിൽക്കുക കേട്ടോ. അവസാനം എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങളുടെ സ്കാനറിന്റെ ഫോട്ടോ എടുത്തു പോയിട്ട് എപ്പോഴെങ്കിലും അയച്ചു തന്നാൽ മതി എന്നുള്ളത്. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. ഒരു ഫ്രണ്ടിനോട് ക്യാഷ് വാങ്ങി കൊടുത്തു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ കുറച്ചെങ്കിലും പൈസയായിട്ട് കയ്യിൽ വെക്കണം എന്നുള്ളൊരു ബോധം ഞങ്ങൾക്ക് ഉണ്ടായത്. എന്താണെങ്കിലും അതും കഴിഞ്ഞിട്ട് നേരെ പോയത് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. സംഭവം അടിപൊളിയാണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പോകുന്ന വഴിക്കൊക്കെ തിരക്ക് ആൾക്കാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ മോളുടെ ബലൂൺ അവളോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് ഒരു മരത്തിന്റെ മുകളിൽ പോയിരുന്നു. അവളാണെങ്കിൽ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ മനുഷ്യത്ത് ഇപ്പോഴും എവിടെയൊക്കെ ഉണ്ട് എന്ന് ഞാൻ പറയാറുള്ള പോലെ ഒരു ഫാമിലി ഇതൊക്കെ കണ്ടിട്ട് മോൾക്ക് വേണ്ടിയിട്ട് ഒരു ആനയുടെ ബലൂൺ വാങ്ങിക്കൊടുത്തു കേട്ടോ. അവള് ഹാപ്പിയായി. എന്താണെങ്കിലും അവരോട് അപ്പം നന്ദി പറയാൻ പറ്റിയില്ല. ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട്. എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ.